അപ്പോൾ ഇത് നമ്മുടെ വഞ്ചിയുടെ ഒന്നൊക്കെ ഉണ്ടാ സംഭവം എന്ന് പറഞ്ഞാൽ ഓതാര പൊട്ടിപ്പോയി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ് വന്നേക്കണത്. എൻ്റെ പുറകിലൊരു കണ്ടൽക്കാടുണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഈ സ്ഥലമൊക്കെ കണ്ട് നോക്കി ഗൈസ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പട്ടണത്താണ്ടോ. അപ്പോൾ ഈ കണ്ടൽക്കാട് കണ്ടു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും തോന്നില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് അമ്മയിൽ ഫിഷിങ്ങിന് വന്നേക്കണത്. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ളൊരു പടിയാണ്ട. ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ചീനവല, നമ്മുടെ കമ്പനിക്കാരൻ്റെ ഒരു ചീനവല സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 വലി കഴിഞ്ഞിട്ടാ. പ്രായലും ചെറിയ നന്ദനൊക്കെയാണ് ഇവിടെ കിട്ടണുള്ളൂ. ഇപ്പോൾ മെയിൻ പുഴയിൽ നിന്ന് കൈവരി കയറണ പുഴയുണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കിട്ടും, നമുക്ക് നോക്കാം. ഇതേ എന്താ കിട്ടിയടാ? നിന്നെ കാണില്ല വീടിച്ചിട്ട്. അത് പറഞ്ഞു കുറച്ച് പ്രായം നന്ദനൊക്കെ ആയിട്ട് കിട്ടി. 2 വലി വലിച്ചിട്ടുള്ളൂ. കറിക്കുള്ള കിട്ടി. കറിക്കുള്ള കിട്ടി. കാണിച്ചരാ മീനെ കാണിച്ചരാ. അധികം വലുതല്ല പ്രായം, ചെറിയ പ്രായമാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം, നമുക്ക് എന്താ കിട്ടുമോ നോക്കാം. നല്ല അടിപൊളി സ്ഥലമുണ്ട് ഗൈസ്. ആ നേരെ അപ്പുറം കാണുന്ന കര ചെറായി ഉണ്ടോ, ചെറായി മുനമ്പം പള്ളിപ്പുറം കൂട്ടാണ് ആ കാണുന്നത്. ഇതേ ഒരു ബോട്ടൊക്കെ പണിയണ സ്ഥലമുണ്ടോ, മറ്റേ കടലിൽ പോണ ബോട്ടൊക്കെ പണിയൂലേ, ആ സ്ഥലമാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വഞ്ചിയുടെ ഒന്നൊക്കെ ഉണ്ടാ സംഭവം എന്ന് പറഞ്ഞാൽ ഓതാര പൊട്ടിപ്പോയി. ഓതാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചീനവലയുടെ 2 ബ്രാസുമ കെട്ടിയിടും. എന്നിട്ട് നമ്മുടെ കരക്കരുടെ ഏതെങ്കിലും മരത്തിന് മുകളിൽ ഈ കാണാൻ വെള്ളിയാണ്ട് ഓതാര എന്ന് പറയുന്നത്. ഇത് നമ്മൾ വലിവിനൊക്കെ അനുസരിച്ച് വല പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് കെട്ടി വരണേണ്ട വലയമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് വലിക്കത് പൊട്ടിപ്പോയി. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണാണ്. അപ്പോൾ നമ്മുടെ ആ പൊട്ടിയ ഓതാരൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടാ, സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചാട് മീനെ ചാട്. അപ്പോൾ ഈ കൈക്ക് എന്തെങ്കിലും കിട്ടിയണ്ടാന്ന് പറയടാ, ഞങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ നിറച്ച് വലയുണ്ട്, ചുറ്റിനും വലയാണ്. പുഴയുടെ നടുക്കും കരയിലൊക്കെ ആയിട്ട് നിറച്ച് വലയാണ്. ഇതിന് കാണേണ്ടത് നല്ല ഐശ്വര്യമുള്ള കൈ. ഒന്നുമില്ലട്ടോ കൈസ്, ഒന്നുമില്ലൊരു സാധനമില്ല നിറച്ച്. അപ്പോൾ അടുത്ത കൈ നോക്കാം നമുക്കിന്ന് കിട്ടിയ മീനുകളുണ്ട് കാണുന്നത്. ഇന്ന് കൂടുതലായിട്ട് പ്രായൽ നന്ദനൊക്കെയാണ് കിട്ടിയേക്കണത്. അപ്പോൾ അതൊക്കെ നമ്മൾ കരക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയും കിട്ടിയ കുറച്ച് മീനുകൾ നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വളരാൻ സാധ്യതയുള്ള മീനുകളാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പുഴയിലേക്ക് തന്നെ തിരിച്ചു വിട്ട് ചിലപ്പോൾ വളരും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും മീൻ തിന്നും, അങ്ങനെയൊക്കെ സംഭവിക്കോട്ടാ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിടുകയുമില്ല. അപ്പോൾ ഇതുപോലത്തെയൊക്കെ മീനുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി പുഴയിലേക്ക് തന്നെ തിരിച്ചു വിടട്ടോ, കാരണം ഇനിയും വളരും ഐറ്റങ്ങൾ. അപ്പോൾ വലുതായിട്ട് പിടിക്കുമ്പോൾ നമുക്ക് മര്യാദക്ക് കഴിക്കാനും നല്ല വിലയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേ കറുപ്പിൻ്റെ കുഞ്ഞിനെ കിട്ടി നമ്മൾ അതിനെയൊക്കെ തിരിച്ച് പുഴയിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നമുക്കിത് കണമ്പിനെ കിട്ടിയിട്ടുണ്ടോ, കണമ്പിന. ഒരിടത്തരം കണമ്പാണ്, അടിപൊളി ടേസ്റ്റുള്ള മീനുണ്ടോ. ഇത് പാൽ പിഴിഞ്ഞൊക്കെ വെക്കണം, വറുത്താനും സൂപ്പറാണ്. പക്ഷെ പാൽ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ടേസ്റ്റ് ആവും കേട്ടോ. ഇതിനും വലുതാവും, വലുതായിട്ട് മുട്ടയൊക്കെ കിട്ടും. കണമ്പിൻ്റെ മുട്ടയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിക്കോളും. ശരിക്കും ഇത് കൂട്ടായിട്ടാണ് വന്നത്, കണമ്പും കൂട്ടൊക്കെ ആയിട്ട് കയറും. നമുക്ക് ഇപ്പോൾ കഴിച്ച് നമ്മുടെ വലയുടെ അടുത്തുള്ള കണ്ടൽക്കാടിലാണ് നിൽക്കുന്നത്. ചുറ്റും കണ്ടലാണ് കേട്ടോ. ഈ കണ്ടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ, പറയുന്നൊരു മരമാണ്. ഇതിൻ്റെ തടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ വേരുകൾ വരും.
ഈ വേരുകൾ അതായത് വലിയ മൂത്ത വേരാണ്, മരം പോലെ തന്നെ ഈ കാണുന്നത് കൊമ്പല്ലാട്ടാ ഈ പോയേക്കണത്, അതൊരു വേര് പോലെ പോയിട്ട് ഇവിടെ മണ്ണിൽ ഇതാക്കണം, വെള്ളത്തിൽ ചെടിയിൽ കുത്തിയേക്കാണ്. അത് അവിടെ നിന്ന് വേറൊരു മരമായിട്ട് വന്നേക്കണ്ട. മുറിച്ച് കളഞ്ഞ് കാണിച്ചു കൊടുക്കും. ഇത് ഇതിവിടെ നിന്ന് മുറിച്ച് കളഞ്ഞ പീസാണ്, പക്ഷെ ഇത് ഇപ്പോഴും പിടിച്ച് നിൽക്കുകയാണ്. കണ്ട എൻ്റെ അല്ല, ഇത് വേരുമേ മുളച്ചിട്ടാണിത്. അപ്പോൾ ഈ മരം ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു വേരാണ്, അപ്പോൾ ഇത് ഇവിടം വെച്ച് വെട്ടിക്കളഞ്ഞാലും ഇതിവിടെ ഉണ്ടാവും കേട്ടോ. ഇതിവിടെ തന്നെ പിടിച്ചിങ്ങനെ നിൽക്കും. ഇതുമേന്ന് വേറെ കണ്ടൽ ചെടി ഉണ്ടായിട്ട് വരും കേട്ടോ. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ചുറ്റിനും കണ്ടൽ കാടാണ്ടോ. അപ്പോൾ ഗൈസ് വലയിടലൊക്കെ കഴിഞ്ഞിട്ടാ, വലയിടൽ കഴിഞ്ഞിട്ട് ഇതൊന്ന് വാങ്ങിച്ചടാ. നന്ദനും പ്രായലും കാണുമ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. എന്നപ്പോൾ ഗൈസ് മീൻ കുറവാണ്ടാ. അപ്പോൾ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറേ മീനെ പിടിക്കണം മാത്രമല്ല, മീൻ കിട്ടാണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചീന വലയിലെന്നൊക്കെ പറയുമ്പോൾ വലയൊക്കെ ഇട്ട് മീനൊക്കെ ഒന്ന് കിട്ടാണ്ടായി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആഞ്ഞു വലിക്കണല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറിക്കുള്ള ആട്ടുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.